ഷാലോം ടി.വി. പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് അവരനുദിന കർമ്മങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹായകമാവുക, പ്രോത്സാഹനമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ രേഖ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയിരിക്കുന്നത്. കുടുംബ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ, ഈ ആർദ്രമായ സ്നേഹത്തെ പരിപോഷിപ്പിക്കാൻ അതിന് സഹായകമായ ചിന്തകളും ചർച്ചകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വിശിഷ്ട അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായി നാം പരിചയപ്പെടുന്നത് ഫാമിലി അപ്പോസിലേറ്റ് മുൻ ഡയറക്ടറും സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറുമായിരിക്കുന്ന, കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുകയും കുടുംബ ജീവിതത്തിലെ സ്നേഹത്തെ പരിപോഷിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വർഗീസ് കുത്തൂരച്ചനെയാണ്. ഏറെ സ്നേഹത്തോടെ വർഗീസ് കുത്തൂരച്ചനെ നമുക്ക് സ്നേഹം സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് വില്ലി മാഡത്തിനെയാണ്. വില്ലി മാഡം അഭിഭാഷകയും 10 വർഷമായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. വില്ലി മാഡം ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറും സെൻറ് തോമസിലെ കൗൺസിലിംഗ് സെൻറ്ററിൽ കൗൺസിലർ കൂടിയാണ്. വില്ലി മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചർച്ചയിലേക്ക് വരുന്ന വിശിഷ്ട അതിഥി ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയുടെ സമർപ്പിത സമൂഹമായ ലോഫ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ടോണി ജോസഫിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ പുസ്തകത്തിൽ പറയുകയാണ്, കുടുംബജീവിതത്തിൽ സ്നേഹം ഒരു ഉപാസനയും കർത്തവ്യവും സർവോപരി രക്ഷാകരവുമാക്കാൻ പാപ്പ പ്രചോദിപ്പിക്കുന്നു. ആർദ്രമായ സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബജീവിതത്തെ എത്രയധികം മഹത്തരമാക്കുമെന്ന് പാപ്പ അവതരിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഈ കീർത്തനം പൗലോസ് ശ്ലീഹ 4 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ പൗലോസ് ശ്ലീഹ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഏത് ഭീഷണിയുണ്ടായാലും അതിനെ നേരിടാൻ കഴിവുള്ള ഒരു പ്രതിസംസ്കാര ശക്തി ഇവിടെ നാം വ്യക്തമായി കാണുന്നു. അതേ സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ നാം ഈ ചർച്ചകളിലൂടെയും ചിന്തകളിലൂടെയും എല്ലാം പരിശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ചർച്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹം സകലതും സഹിക്കുന്നു എന്ന ഈ സ്നേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് സഹിക്കണം, അല്ലെങ്കിൽ സകലതും സഹിക്കുന്നു എന്നൊക്കെയുള്ള വാക്ക്. ഒരു കോമൺ പ്രയോഗം എപ്പോഴും വരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തുമാത്രം സഹിക്കാൻ പറ്റും ഒരാൾക്ക്, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇപ്പം ഇവിടെ മാർപ്പാപ്പ ശരിക്കും ഈ സകലതും സഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഏത് രീതിയിലാണ് ഒരു വിശദീകരണം നൽകുന്നത്? ഏതൊരു സഹനം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഒരു ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നു, അവസാനം നമ്മുടെ സമാധാനം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നു. മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മൾ ഈ എല്ലാം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയം സമാധാനം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിനോട് ക്രിയാത്മകമായിട്ട് പിന്നീട് പ്രതികരിക്കാൻ സാധിക്കുക. എത്രത്തോളം സഹിക്കണം എന്നുള്ള എല്ലാ തിന്മകളും സഹിച്ച്, ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും സഹിക്കണോ എന്നാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ. ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ ചോദിക്കാറുണ്ട്, ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും ഞങ്ങൾ സഹിക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്. മറ്റു വ്യക്തിയുടെ ദ്രോഹം, അത് നമ്മുടെ അല്ലെങ്കിൽ ആളുടെ തെറ്റായ പ്രവൃത്തി നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിന്മകളുടെ മുന്നിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള സമാധാനവും എൻ്റെ അപരൻ്റെ ഉള്ളിലുള്ള സമാധാനവും അത് കെടുത്തുന്ന രീതിയിലുള്ള നടപടികൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. നാവുമായിട്ട് ബന്ധമുണ്ടെന്ന് കൂടെ തീർച്ചയായിട്ടും അവിടെയാണ് നാവിൻ്റെ പ്രയോഗമാണ് വാസ്തവത്തിൽ
ഇന്ന് ലോകത്തിൽ സമാധാനം കൂടുതൽ കെടുത്തുന്നത്. നാവ് നമുക്കറിയാം, പൗലോസ് ലീഗ, യാക്കോബസ് ലീഗ ഒക്കെ പറയുന്നുണ്ട്, നാവ് തീയാണ്. നാവിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധയോടെ വിവേകത്തോടുകൂടെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്തുമാത്രം അപകടമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നൊക്കെ. ഇപ്പം അപവാദങ്ങൾ ഉണ്ടാക്കുക, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുക, നമ്മുടെയൊക്കെ മറ്റുള്ളവർക്ക് നേരെ ഒരു വിധി പ്രസ്താവന നടത്തുന്നതിനെ കുറിച്ച് പാപ്പ ഇവിടെ പറയുന്നു. സൂചിപ്പിച്ച പോലെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് നമുക്കെതിരെ നമ്മളൊരാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കണം മാർപ്പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ടാവുക, നാവിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ക്രമക്കേട് ഈ എല്ലാം സഹിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ ബന്ധമുണ്ടെന്ന്. ചിലപ്പോഴൊക്കെ ഭാര്യയും ഭർത്താവും കൗൺസിലിംഗ് സെഷനിലൊക്കെ വരുമ്പോൾ അവരെപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കാണാം. അതായത് ഭർത്താവിൻ്റെ കുറ്റങ്ങളായിരിക്കും ഭാര്യ ചിലപ്പോൾ പറയുന്നുണ്ടാവുക, തിരിച്ച് ഭർത്താവിനെ നമ്മൾ തനിച്ച് കേൾക്കുമ്പോൾ ഭാര്യയുടെ കുറ്റങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും അവർ തിരിച്ചറിയുന്നത്, ഞാൻ അന്ന് ചെയ്തത് എൻ്റെ ഭർത്താവിന് ദ്രോഹമായിരുന്നു, അന്ന് ഞാൻ ചെയ്തത് എൻ്റെ ഭാര്യയ്ക്ക് ദ്രോഹമായിരുന്നു. ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒന്നിച്ചിരിക്കാനുള്ള ഒരു സാധ്യതകൾ ഇന്ന് കുടുംബത്തിൽ വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ളത് ഈ സഹനത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇന്നലെ തന്നെ ഒരു കുടുംബ പ്രശ്നത്തിൽ, ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഞാൻ ചേട്ടനോട് ഫോണിലൂടെ സംസാരിച്ചു, ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ അവനറിയേണ്ടത് ഞാൻ ചെയ്തത് ശരിയാണെന്ന് അച്ഛൻ ജഡ്ജ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ആരാ ഞാൻ? അല്ല, അറ്റ്ലീസ്റ്റ് അനിയൻ ചെയ്തതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ചെയ്തത് എന്ന് പറയാം. അപ്പോൾ അവിടെ വാക്കുകൾ കൊണ്ട് ഒരു വിധി പ്രസ്താവന കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കാം, ഞാൻ ചെയ്തത് ശരി, ഞാൻ ചെയ്തത് ശരി, മറ്റുള്ളവർ ചെയ്തത് തെറ്റ് എന്നുള്ള ഒരു ചിന്ത. ഇതിലെ ലൂക്കാസ് വിശേഷം 6-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യം കോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുതെന്ന് യാക്കോബ് സ്ലീഹയുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എതിർത്ത് സംസാരിക്കൽ, ഈ ഒരു കുറ്റപ്പെടുത്തൽ, വിധി പ്രസ്താവിക്കലൊക്കെ ഈ സകലതും സഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ സ്വഭാവത്തിന് എതിരാണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്, അല്ലേ? പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം അത്, ഈ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി. ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ഭർത്താവ് ഉടനെ നീ ചെയ്തത് തെറ്റായി എന്ന് വിധിച്ച് അവളെ ആ കാര്യം ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കും. ഇതാണ് പലപ്പോഴും ഒരു സംഘർഷത്തിലേക്ക് പോവുക. അതേസമയം ആ തെറ്റ് അത് അതിൽ വിധി പറയാതെ ആ തെറ്റ്, ആ കുറവ് അവൾക്കുള്ളപ്പോഴും അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സ്നേഹത്തോടെ പരിശ്രമിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് പലപ്പോഴും അവരുപയോഗിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ചിലപ്പോഴെങ്കിലും ഈ വിധി പ്രസ്താവിക്കുന്നതിൽ അവർക്ക് നിയന്ത്രണം കിട്ടാതെ വരുമ്പോഴാണ് ഭർത്താവ് എന്ത് ചെയ്യും, അവൻ്റെ കരുത്ത് കാണിക്കും. നമുക്ക് മനസ്സിലായി നീരിക്കുക. സ്ത്രീ എന്ത് ചെയ്യും, ചിലപ്പോൾ മുഖം വീർപ്പിച്ച് കരഞ്ഞ് ഉള്ളിലിരിക്കുന്നു, ഒരു പണിയും ചെയ്യാതിരിക്കുക. അപ്പോൾ അവിടെ വിധി പ്രസ്താവിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു തുറവിയിലേക്ക് ഭാര്യയും ഭർത്താവും ആരൊക്കെ വരുന്നു അവരൊക്കെ കടന്നു വരണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, ഭാര്യയായാലും ഭർത്താവായാലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്ന വാക്കുകൾ ഒന്ന് പരിമിതപ്പെടുത്താനായിട്ട് നമ്മൾ അത്രയും കടുത്ത് അങ്ങോട്ട് സംസാരിക്കാണ്ട് വിധി പ്രസ്താവനകളെ ഒന്ന് പരിമിതപ്പെടുത്താൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കുടുംബജീവിതത്തിലായാലും നമ്മളുടെ അനുദിന ജീവിതത്തിലായാലും പറയാൻ പോകുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പരിമിതപ്പെടുത്താനായിട്ട് മാർപ്പാപ്പ പ്രത്യേകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പരിമിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും കമ്മ്യൂണിക്കേഷൻസ്, ഇപ്പോൾ ഈ പറഞ്ഞത് വാക്കുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഗാർഹിക പീഡനം എന്ന് പറയുന്നതിന് അതിൻ്റെ പീഡനത്തിൻ്റെ തലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശാരീരിക പീഡനമുണ്ട്, മാനസിക പീഡനമുണ്ട്, അതായത് വെർബൽ എബ്യൂസ് ഉണ്ട്, വാക്കുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കുന്നതുണ്ട്. ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനത്തിലാണെങ്കിലും ശാരീരിക പീഡനത്തിൻ്റെ മുന്നോടിയായിട്ടാണ് വാക്കുകൊണ്ടുള്ള പീഡനം സാധാരണ വരിക. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആദ്യം നടക്കുന്നത് ശാരീരിക പീഡനമായിരിക്കില്ല, വാക്കുകൾ കൊണ്ടുള്ള പീഡനമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാം. അതിൻ്റെ ശേഷമായിരിക്കും
ഗാർഹിക പീഡനത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് അത് ചെന്നെത്തുന്നത്. പ്രത്യേകിച്ച് കോടതികളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അതിൻ്റെ റൂട്ട് കോസിലേക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാമിലി കോർട്ടിൽ കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റത്തായിരിക്കും. അന്ന് നല്ല സ്നേഹമുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വന്നത് മനസ്സിനകത്ത് കൂട്ടി വെച്ച് പിന്നീടത് വരുന്നൊരു പൊട്ടിത്തെറി ആയിരിക്കാം ഒരുപക്ഷെ ആ ഗാർഹിക പീഡനത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് അത് ചെന്ന് എത്തുന്നത്. ടീച്ചർ പറഞ്ഞത് സത്യമാണ്. മാർപ്പാപ്പ ഇത് പറഞ്ഞത് കോട്ട് ചെയ്തല്ലോ. ഈ നമ്മുടെ വിധി പ്രസ്താവനകളെ പരിമിതപ്പെടുത്തുക, ചിലപ്പോൾ നീട്ടിവെക്കുക, ചിലപ്പോൾ ഒന്നും കൂടിയും ധ്യാനിച്ച് അതിനുള്ളിലുള്ള ആശയങ്ങൾ വളരെ വിവേകത്തോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ചിലപ്പോൾ നിശബ്ദതയുടെ വലിയൊരു പ്രാധാന്യം കടന്നു വരുന്നത്. ഇവിടെ പാപ്പ ഈ പോയിന്റിൽ അവസാനിപ്പിക്കും. ദൈവത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരെ ശപിക്കാൻ ഉപയോഗിക്കാനാവുമെങ്കിലും സ്നേഹം മറ്റുള്ളവരുടെ ശത്രുക്കളുടെ പോലും സൽപ്പേരിനെ പോഷിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു വിധി പ്രസ്താവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിനോട് വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ വിധി പ്രസ്താവം ഒഴിവാക്കാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈകിപ്പിക്കാനോ നമ്മൾ പരിശ്രമിക്കണം. ഒപ്പം ആ മറ്റേ വ്യക്തിയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കൂടി എടുക്കണം. കാരണം ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പോൾ വളരെ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചാടിക്കയറി വിധിക്കുന്നത് എപ്പോഴാണ്, എൻ്റെ ഉള്ളിലെ ആ തിന്മയുടെ സ്വാധീനം കൂടി വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ പലപ്പോഴും പറയും, ഞാൻ കുമ്പസാരിക്കാൻ വൈകി, അപ്പോൾ ഞാനൊന്ന് പോയി കുമ്പസാരിച്ച് ഒരുങ്ങി അതിനുശേഷം വന്ന് ഭാര്യയുമായിട്ട് അതേ പ്രശ്നം സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് സംസാരിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. അച്ഛനും കുമ്പസാരക്കുട്ടിൽ അത് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകാം, അല്ലെങ്കിൽ തീരെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാകാം. അവർ പറയുന്നത് ഭാര്യയോട് ദേഷ്യപ്പെട്ടു, എന്നിട്ട് അവർ പറയുന്നത് ദേഷ്യപ്പെടാൻ കാരണം ഞാൻ എൻ്റെ കുമ്പസാരം വൈകി, എന്നിട്ട് അത് ഏറ്റുപറയാണ്. ആ വൈകിയത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വികാരങ്ങളെ, എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെയായി, എൻ്റെ വിവേകം നഷ്ടപ്പെട്ടു, വെറും വളരെ മാനുഷികമായിട്ട് ഞാൻ പ്രതികരിക്കാനിടയാകുകയാണ്. അപ്പോൾ കുമ്പസാരത്തിലൂടെ ഈ ഒരു ദൈവികമായ ഒരു കൃപ ലഭിക്കുകയും വിവേകത്തോടുകൂടെ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. സ്നേഹം സകലം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഒരു സ്വന്തം സമാധാനം സൂക്ഷിക്കുക, സ്വയം സമാധാനം സൂക്ഷിക്കുക. അങ്ങനെ ജീവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ക്ലിപ്പിങ്ങിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവരതെങ്ങനെ ഇടപെടുന്നു, അവരതെങ്ങനെ കൂടുതൽ മോശമാകാതെ സ്വയം സമാധാനം സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഷെയറിങ് നമുക്ക് ഈ സമയം കേൾക്കാം. നമുക്ക് ക്ലിപ്പിങ്ങിലേക്ക് ശ്രദ്ധിക്കാം. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ടായി, അവരെ വളർത്തി, അവർക്ക് ജോലി വാങ്ങി, അവരെ കല്യാണം കഴിച്ചു കൊടുത്ത് നമ്മളങ്ങനെ എല്ലാം സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2011 ഡിസംബർ 24 ആൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ്. അപ്പം സ്ട്രോക്കായിരുന്നു, ഓർമ്മ എല്ലാം പോയി, സംസാരം പോയി, ആളാകെ തളർന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആപ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. നമ്മൾ പെങ്ങളുടെ മകൻ ഡോക്ടറുണ്ട്, ആൾ വന്ന് ഉടനെ തന്നെ മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ട്രീറ്റ്മെൻറ്റിൽ 1 മാസം കൊണ്ട് ആൾ റിക്കവർ ചെയ്തു. ബ്ലീഡിങ് ഒക്കെ നിന്നു എന്ന് അവർ പറഞ്ഞു, ഓപ്പറേഷനൊന്നും ചെയ്തില്ല. പിന്നെ അവിടുന്ന് 5 മാസം നമ്മൾ ഈ ആളിങ്ങനെ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫിസിയോതെറപ്പി കൊണ്ട് ആളൊരു 5 മാസം കൊണ്ട് ശരിയായി വന്നു. അപ്പം നമുക്കിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളുടെ കുടുംബം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ, മക്കൾക്ക് വേണ്ടിയും കഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വീടുണ്ടാക്കി, 2 പേരും ജോലി ചെയ്ത് വീടുണ്ടാക്കി, പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തി. അവസാനം വയസ്സുകാലത്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം കൂടി വേണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു പരാതി പോലെ തോന്നിയിട്ടില്ല. നമുക്കിങ്ങനെ ഇത് വന്നു. കാര്യം ശരി, ഞാൻ കുറേ പ്ലാനുകളോട് കൂടിയാണ് റിട്ടയർ ചെയ്തത്. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞതും ആൾ കിടപ്പായി, എല്ലാ പ്ലാനും തകിടം മറിഞ്ഞു.
പിള്ളേരോടെ പോയി നിൽക്കാനോ ആരുടെ അടുത്തും പോകാനോ ഒന്നും പറ്റണില്ല. പക്ഷേ കുടുംബത്തിന് വേണ്ടി ഇത്രയും അധ്വാനിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പിള്ളേർക്ക് വേണ്ടിയൊക്കെ ചെയ്തൊരാൾ, നമ്മൾ 10-38 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരാൾ, അയാൾ കിടപ്പായി കഴിയുമ്പം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്താം. പിള്ളേർ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം. എന്നെ ഏത് നേരം വിളിക്കണ ഒരാളെ ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിച്ച് കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഹോം നേഴ്സിനെ നിർത്തിയിട്ടില്ല. എല്ലാവരും പറയും അത് അങ്ങനെ നിർത്തിക്കൂടെ. ഈവൻ നമ്മുടെ വികാരി അച്ഛൻ വരെ എന്നോട് ചോദിച്ചു, ഒരു ഹോം നേഴ്സിനെ നിർത്തിക്കൂടെ. ഈവൺ എനിക്കൊന്നിനും പറ്റണില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വരെ എനിക്ക് പറ്റില്ല. പക്ഷേ ഇത് ദൈവം തന്നൊരു കുരിശേനയല്ലേ. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ മാനേജ് ചെയ്ത് പോണു ഇതുവരെ. പിള്ളേർ പോകാൻ മോനിവിടെ നിൽക്കാൻ തയ്യാറായിരുന്നു. മോൻ പറഞ്ഞു ഞാനിവിടെ വല്ല സ്വാശ്രയത്തിലും പോയി പഠിപ്പിച്ച് നോക്കിക്കോളാം. അപ്പോൾ നോക്കുമ്പോൾ അവർക്കൊരു ലൈഫില്ലേ. അവൻ M.Tech കഴിഞ്ഞ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്ലേസ്മെൻ്റ് ആയി. എല്ലാം കഴിഞ്ഞ് അവൻ കല്യാണം, ഈ സ്ട്രോക്ക് വന്നേ പിന്നെ കല്യാണം നടത്തിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അപ്പൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇപ്പോൾ എനിക്ക് ആരോഗ്യമുള്ള സമയത്തോളം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ ഭാവി കളയണ്ടെന്നും പറഞ്ഞ് അവർ പോയി. ഇപ്പോൾ ആളുകൾ നോക്കുമ്പോൾ രണ്ടുപേർക്കും പെൻഷൻ്റെ എന്തിനാ പിള്ളേർക്ക് കൂടെ നിന്നൂടെ എന്നുള്ളൊരു വർത്തമാനം വരുന്നുണ്ട്. പക്ഷെ നമ്മളത്ര സെൽഫിഷ് ആവാൻ പാടില്ലല്ലോ. അവർക്ക് അവരുടെ ലൈഫുണ്ട്. അങ്ങനെ അപ്പോൾ അത് കാരണം നമ്മളിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതിനൊരു ഇതില്ലായിരിക്കും. പിള്ളേരൊക്കെ എന്തിനാ നമ്മുടെ ലൈഫ് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് വേറൊരാൾക്ക് വേണ്ടി ലൈഫ് മുഴുവൻ. ഇപ്പോൾ ചിലരുണ്ട്, എല്ലാവരും ഇപ്പോൾ നല്ലവരാണെന്നൊന്നുമില്ല. പക്ഷേ ചിലർ ഭയങ്കര നരകാക്കണവരും ഉണ്ടല്ലോ വീട്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ജോലി ഉണ്ടാവും, അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കും. കാര്യം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജനിച്ച് വളർന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർ വളരണത്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നമ്മളിപ്പോൾ ഒരു വലിയൊരു ഫാമിലിയിൽ 5-8 മക്കളുണ്ട്, ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാവരും കൂടി ചുരുണ്ടുകൂടി ഒരു മുറിയിൽ കിടക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അവരുടെ ഒരു മുറി പോലും ആരെങ്കിലും വന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പാടാ. അവർക്ക് ഇഷ്ടമില്ല. അവരുടെ ബാത്റൂം വേറെ ആൾക്ക് കൊടുക്കണത് ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ഇതിലല്ലേ ഇപ്പോഴത്തെ പിള്ളേർ വളരണേ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. ആരും എനിക്ക് തോന്നണില്ല ഒരു 60% മെയ്ഡ് ഫോർ ഈച്ച് അതറായിട്ട് കിട്ടണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ദൈവം യോജിപ്പിക്കാറ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ കുടുംബജീവിതം കുറേ കൂടി മാർപ്പാപ്പ പ്രതീക്ഷിക്കുന്ന പോലെ സന്തോഷവും മധുരതരവും ഒക്കെ ആക്കാനായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ വിധി പ്രസ്താവനകളെ ഒന്ന് പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്വസമാധാനം നമ്മളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നതൊക്കെ പലപ്പോഴും കുടുംബജീവിതത്തിൽ കുറച്ചും കൂടിയും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് സാധാരണ എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാണ്, ഭാര്യ ഒരുപാട് ഒച്ച വയ്ക്കുന്നു ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് അപ്രതീക്ഷിതമായി ഒരുപാട് വഴക്ക് പറയുന്നു. ആ സമയങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രതികരണം എങ്ങനെയായിരിക്കുന്നെന്ന്, അതായത് മറ്റേ ആളെ എങ്ങനെ ഇതിനോട് പ്രതികരിക്കാം? മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിശബ്ദതയുടെ ഒരു രക്ഷാകരമായ ഒരു ചൈതന്യം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിശബ്ദത പാലിക്കാൻ സാധിക്കുക. നമുക്കറിയാം, നിശബ്ദത പല വ്യത്യസ്തമായ മുഖങ്ങൾ അതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നിശബ്ദത പിറുപിറുത്തുകൊണ്ട് നിശബ്ദത പാലിക്കാം. മനസ്സിലാകെ മിണ്ടാനും പറ്റണില്ല, വിഴുങ്ങാനും പറ്റണില്ല, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഭാര്യ പറയുമ്പോൾ അത് അവർ കേൾക്കാതെ നമ്മൾ തന്നെ അപ്പുറത്ത് മാറിയിട്ട് ടോക്ക് പോലെ ചിലപ്പോൾ മിറ്റടിക്കുമ്പോഴായിരിക്കും, പാത്രം മോറുമ്പോഴായിരിക്കും പിറുപിറുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഭർത്താവിനുള്ള ഉത്തരമാണ്. പക്ഷെ ഭർത്താവിനോട് നേരിട്ട് പറയുന്നുമില്ല, അതായത് സമയം പ്രതികരിക്കുന്നില്ല. ആ സമയത്ത് അത് നിശബ്ദതയല്ല. പിന്നെ രണ്ടാമത്തെ തരമാണ് വെറുപ്പോടുകൂടിയുള്ള നിശബ്ദത. മുഖം വീർപ്പിച്ച് പാത്രങ്ങൾ എറിയുക, ചിലപ്പോൾ എറിയല്ല, ഇവിടുന്ന് എടുത്ത് ശാന്തമായിട്ട് വെക്കുന്നതിന് പകരം എടുത്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെറുപ്പ് ഉള്ളിൽ വെച്ചിട്ടാണ്, മിണ്ടണില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉള്ളിൽ കിടന്ന് സംഘർഷമാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ യഥാർത്ഥത്തിലുള്ള നിശബ്ദത അത് കുറേയും കൂടിയും രക്ഷാകരമാണ്, സ്നേഹമുള്ളതാണ്. ആ നിശബ്ദതയാണ് നമ്മൾ കുടുംബത്തിലൊക്കെ പാലിക്കാനായിട്ടുള്ളത്. ഈ നിശബ്ദത പാലിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് പാലിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹായമായിട്ട് തീരും. പ്രത്യേകിച്ച് ഇപ്പം രണ്ടുപേരിൽ ഒരാൾ കൂടുതൽ ക്ഷോഭിക്കുന്ന ആളാണെങ്കിൽ മറ്റേ ആൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണത്. ആ സമയത്തൊന്നും പറയാതിരിക്കുക,
മെല്ലെ ആള് പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ച് നല്ല സ്നേഹത്തിലായിരിക്കുമ്പോൾ അതിനുള്ള മറുപടി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ സംഭവിച്ച കേട്ടോ എന്നൊരു എക്സ്പ്ലനേഷനോ ആ സ്നേഹം ആ ക്ഷോഭമൊക്കെ തണുത്തതിന് ശേഷം ആ വ്യക്തിയോട് പറയുമ്പോഴാണ് ഇതില് പാപ്പ പറയുന്നത് സ്നേഹത്തിൽ ഒന്നിക്കപ്പെട്ട വിവാഹിതരെ ദമ്പതികൾ പരസ്പരം നല്ലത് പറയുന്നു. അവർ ജീവിത പങ്കാളി ദൗർബല്യവും കുറ്റങ്ങളുമല്ല നല്ല വശം കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് അവ പറയുമ്പോഴും ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ നല്ല വശം കാണാൻ ശ്രമിച്ചാൽ നമുക്കൊരു പക്ഷേ ഈ നിശബ്ദതയിൽ ഒന്ന് വളരാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയുള്ള 1-2 അനുഭവങ്ങളുണ്ട്. ഇപ്പം നേരത്തെ വില്ലി മാഡം സൂചിപ്പിച്ചതുപോലെ കൗൺസിലിങ്ങിനൊക്കെ വന്നിരിക്കുന്ന ദമ്പതികൾ അവർ ഡൈവോഴ്സ് കേസിലാണ് അവർ ഉൾപ്പെട്ടതെങ്കിൽ പരസ്പരം കുറ്റം പറയുന്നതായിട്ട് കാണാറുണ്ട്. അതേസമയം അവർക്ക് ശരിക്കൊരു ശാരീരിക പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ലൈംഗിക ബന്ധം തന്നെ സാധ്യമാകാത്ത അവസ്ഥയിൽ പുരുഷന് ഒരു ശാരീരിക പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ആ ഭാര്യമാരെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊരിക്കലും ഭർത്താവിനെ നേരെ കൈ ചൂണ്ടുന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം പറയുന്നോ കണ്ടിട്ടില്ല. ആൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തികളെ നന്മ അല്ലെ ആ വ്യക്തി അതിനായിട്ട് എടുക്കുന്ന ആ എഫേർട്ടിനെ പ്രൈസ് ചെയ്യുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട്. ഒരു തവണ പോലും ചിലപ്പോൾ ലൈംഗിക ബന്ധം നടക്കാത്ത വ്യക്തിയായിരിക്കും, പക്ഷെ അവർ സ്നേഹത്തോടെ മറ്റേ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വ്യക്തിയുടെ നന്മകൾ പറയുന്നത് പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമീപനം മറ്റേ വ്യക്തിയുടെ നന്മയെ നോക്കിക്കാണാനുള്ളൊരു സമീപനം നമുക്കുണ്ടാവണം. ഈ നിശബ്ദമായിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് പൊരുത്തപ്പെടാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും സ്നേഹിക്കാനും പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും അവർ വേർപിരിഞ്ഞ് താമസിക്കുന്ന അവസ്ഥയിൽ ഏകദേശം 1 വർഷത്തോളമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിൻ്റെ ആഗ്രഹത്താൽ 2 പേരും ഒന്നിച്ചു വന്നു. 2 പേരും ഇരിക്കാനായിട്ട് ചെയറുകൾ ഇട്ടത് തന്നെ ഭാര്യ വന്നു ഉടനെ തന്നെ ഭാര്യ ഇരിക്കാൻ ഉപയോഗിച്ച കസേര അങ്ങോട്ട് നീക്കിയിട്ടു. എനിക്ക് അത്രയും പോലെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു ഭാര്യയുടെ ഭാഗത്തു നിന്ന് കേട്ട ഒരു പ്രതികരണം. ഒരുപക്ഷെ അവർ വർഷങ്ങളായിട്ട് ഭർത്താവിൽ നിന്ന് അവരുടെ മക്കളും അനുഭവിച്ച പ്രശ്നത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അന്ന് ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പിന്നീട് കൗൺസിലിംഗ് സെഷനിലൂടെ പതുക്കെ കടത്തിവിട്ടു. ഭർത്താവിൻ്റെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനെ ഉൾക്കൊള്ളാൻ പോലും അന്ന് ആ ഭാര്യ തയ്യാറായിരുന്നില്ല. അവിടെയാണ് ഈ നിശബ്ദത എന്ന് പറയുന്നത്. ഞാൻ ആ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് 1 ആഴ്ചയോളം ഒന്ന് നിശബ്ദമായിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് 1 വർഷം വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ കൂടെയും ഒന്ന് ഭർത്താവായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് നിശബ്ദമായിട്ട് സ്വയം ജീവിതത്തിലേക്കൊന്ന് തിരിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അടുത്ത കൗൺസിലിംഗ് സെഷന് ഡേറ്റ് കൊടുത്തെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അന്ന് വരാനായിട്ട് സാധിച്ചില്ല, എനിക്ക് അവരെ കാണാൻ സാധിച്ചില്ല. 2 പേരും കൗൺസിലിങ്ങിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അന്ന് 2 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും അവിടുന്ന് നേരെ അവർ തിരിച്ചു പോകുന്നത് ഭർത്താവിനോടൊപ്പം ജീവിക്കാനായിട്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതെനിക്കിപ്പോഴും പറയുമ്പോൾ മനസ്സിൽ അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്ന് അവർ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. മകളുടെ +2 റിസൾട്ട് വന്നിരിക്കുന്ന സമയം മദ്യപാനമായിരുന്നു വേർപിരിയാനുള്ള ഏറ്റവും വലിയ കാരണം. പക്ഷേ 1 വർഷത്തോളം ഭർത്താവ് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഭാര്യയും മക്കളും തിരിച്ചു പോയപ്പോൾ ഭർത്താവ് അനുഭവിച്ച ആ മാനസിക സംഘർഷത്തിൽ നിന്ന് തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി താൻ രൂപ സ്വരൂപിച്ച് വെച്ചു എന്നുള്ള ഈ +2ൻ്റെ റിസൾട്ട് വന്ന മകൾക്ക് അന്ന് 2 പേരും ഒന്നിച്ചു പോകുമ്പോൾ ഒരു സ്വർണ്ണമാലയും എടുത്താണ് തിരിച്ചു പോകുന്നത്. ഇപ്പോഴും അവർ ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ച. നിശബ്ദത എന്ന് പറയുന്നത് നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞതുപോലെ യേശു മുഖ ധ്യാനം അല്ലെങ്കിൽ തിരുമുഖ ധ്യാനം അതിലൂടെ വളരെ സ്ലോലി പരിശീലിച്ച് എടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ മദ്യപാനികളെ ചികിത്സിക്കുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ചില കുടുംബങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭാര്യമാരെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇവർ ഇത്ര ശാന്തമായിട്ട് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ പാപ്പ പറയാണ്, ഈ നിശബ്ദത അഭിനയിക്കുന്ന ഒന്നല്ല, ഇത് അഭിനയിക്കാൻ നമുക്ക് പറ്റില്ല, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണെന്ന് ഇവിടെ അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുള്ളൂ. അതെ, അഭിനയം ഒരിക്കലും നീണ്ടു നിൽക്കില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങൾ വരും. അതായത് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസരം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഭാര്യയെ കുറ്റപ്പെടുത്തേണ്ട അവസരം. മാർപ്പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്, കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നിശബ്ദത പാലിക്കലാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ ചെയ്യാറുള്ളതാണ്.
പരസ്പരം നല്ല നന്മകൾ എഴുതുക. അപ്പോൾ നന്മകൾ എഴുതിയില്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് പരസ്പരം നന്മകൾ മനസ്സിലെങ്കിലും ഓർക്കാൻ നമുക്ക് പരസ്പരം പരിശ്രമിക്കാൻ തോന്നുന്നു. ശരിക്കും അതൊരു നല്ല പ്രായോഗിക പരിശീലനമാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തന്നെ കുറിച്ച് നന്മ മറ്റുള്ളവർ പറയണം, അത് കേൾക്കണം, അത് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ വാസ്തവത്തിൽ ഈ ടീച്ചർ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തലുകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് പറയുന്നതിനേക്കാൾ ഉപരി നന്മകളെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാനും അത് എടുത്തു പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് അത് വലിയ ഒരു ശക്തിയാണ്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന. അതുകൊണ്ടാണ് സ്നേഹം ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു എന്നൊക്കെ പിതാക്കന്മാരെ നമ്മെ ചിലപ്പോഴെങ്കിലും ഈ അമിത പ്രതീക്ഷ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും അല്ലെങ്കിൽ അമിത പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ പെർഫെക്ഷൻ ആഗ്രഹിക്കുക നമ്മുടെ അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡായി പോകുന്നതും. അങ്ങനെ അപ്പോൾ അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ കുറവുകളൊക്കെ ആകെ കൂട്ടി വെച്ചാലും അതിനേക്കാളും പരിപൂർണനാണ് ആ വ്യക്തിത്വം. നമ്മൾ പലപ്പോഴും ആ വ്യക്തിത്വത്തെ അല്ലേ അച്ഛനത് കുറച്ചും കൂടി പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഒരു ചെറിയ തെറ്റ് വന്നു, വേറൊരു തെറ്റ് വന്നു, അതെല്ലാം കൂട്ടിച്ചേർത്താൽ പോലും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിക്കുമ്പോൾ അതൊന്നുമല്ല. ആന്തരിക നിശബ്ദത. മറ്റ് വ്യക്തികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒരു ആന്തരിക നിശബ്ദത സൂക്ഷിക്കാം. ഇപ്പം നമ്മളാരും പൂർണ്ണരല്ല. നമ്മൾ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെ പലപ്പോഴും നമ്മളതിലേക്കുള്ള ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും ഈ ചർച്ചകളും ഈ ചിന്തകളും നിങ്ങളുടെ കുടുംബജീവിതത്തെ ഏറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പ ഈ രേഖ വായിക്കുമ്പോൾ കുടുംബജീവിതത്തെ സ്നേഹിക്കാനും പോഷിപ്പിക്കാനും തങ്ങൾ വിളിക്കപ്പെട്ടതായി എല്ലാവർക്കും തോന്നുമെന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചർച്ചകൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ കൂടുതൽ പോഷിപ്പിക്കാനും കൂടുതൽ കുടുംബജീവിതത്തെ സ്നേഹിക്കാനും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഏവരെയും ഒക്കെ കൂടെ ഈ ഒരു സ്നേഹത്തിൻ്റെ ഈ ചൈതന്യം, സ്നേഹം സകലതും സഹിക്കുന്നു എന്ന ഈ സവിശേഷത ജീവിതത്തിൽ പകർത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.